الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في آخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറ ജീവിതത്തെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന സാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ലത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മത്തിക റഹ്മീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ നമ്മളുടെ വിട പറഞ്ഞു. ഇനി അടുത്ത ശ്രേഷ്ഠമായ മാസങ്ങളാണ് നമ്മളിലേക്ക് സമാഗതമായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഇസ്ലാമിലെ 5 കർമ്മങ്ങളിലെ 5 സ്തംഭങ്ങളിലെ ഒന്നായ ഹജ്ജ്, ഇനി അതിന്റെ ഒരുക്കങ്ങളും അതിലേക്കുള്ള യാത്രകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. പരിശുദ്ധമായ റമദാൻ മാസത്തേക്ക് 1 മാസത്തോളം അല്ലെങ്കിൽ 1.5 മാസത്തോളം നമ്മുടെ കുട്ടികളെല്ലാം മദ്രസകളുമായുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി പള്ളികളുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ഇനി നമ്മുടെ കുട്ടികളെ പഴയതുപോലെ മദ്രസകളുമായി ബന്ധപ്പെടുത്തുന്നതിനുള്ള പരിശ്രമം മാതാപിതാക്കൾ നടത്തണം. അതിനുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം. നമ്മുടെ അടിസ്ഥാനം അഴിമാണ്. നമുക്ക് ഇൽമ കിട്ടാനുള്ള ഏക വഴി പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നുമാണ്. മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം. മദ്രസ എന്ന് പറഞ്ഞാൽ ദർസ് നടത്തപ്പെടുന്ന, കുട്ടികൾക്ക് ഇൽമ കൊടുക്കപ്പെടുന്ന സ്ഥലം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ മദ്രസയും മസ്ജിദും അടുത്തടുത്ത് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഇസ്ലാമിന്റെ തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്. കാരണം ആ മദ്രസയിൽ പഠിച്ച ഇൽമ കൊണ്ട് വേണം മസ്ജിദിൽ നമ്മൾ പ്രവർത്തിക്കാൻ. മസ്ജിദിൽ പ്രവർത്തിക്കണമെങ്കിൽ മദ്രസയിൽ ഇൽമ വേണം. മെഡിക്കൽ കോളേജുകളിലും അവിടെയൊക്കെ ഡെന്റൽ കോളേജുകൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാമല്ലോ. അവിടെയൊക്കെ ക്ലാസ് എടുക്കുന്നതും അതിന്റെ പ്രാക്ടീസ് നടത്തുന്നതും എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഒരു 10 പായ അകലെ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അവരുടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പേ അവരുടെ സ്ഥലം എവിടെയാണ്? മദ്രസയാണ്. ആ മദ്രസയിൽ പോയി എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരാളോട് സമീപിക്കേണ്ടത്, ഒരു രോഗിയോടുള്ള സമീപനം എങ്ങനെയാണ്, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന തിയറി അത് ആ സ്ഥാപനത്തിലാണ്. അതിനാണ് മദ്രസ എന്ന് പറയുന്നത്. കുട്ടികളെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ, ബാല്യമാകുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ കുട്ടികളെ മദ്രസയിലേക്ക് നമ്മൾ അയക്കുന്നത് എന്തിനാണ്? ബാല്യമാകുന്നത് മുതൽ പ്രായപൂർത്തി എത്തുന്നത് മുതൽ നമ്മുടെ കുട്ടികൾക്ക് വകതിരിവ് ഉണ്ടാകുന്നതിന് പരിശുദ്ധമായ ശരീരത്ത് അതിനെ തുടക്കത്തിലെ മദ്രസയിൽ അയക്കാനാണ് പഠിപ്പിക്കുന്നത്. ബാല്യമായതിനു ശേഷമോ അല്ലെങ്കിൽ കുറച്ച് മുതിർന്നതിന് ശേഷമോ നമ്മൾ ഇൽമ പഠിക്കാമെന്ന് നോക്കിയാൽ വേണ്ടവണ്ണം ആ ഇൽമ നമുക്ക് ഉപകാരപ്രദമാവുകയില്ല. നമ്മൾ LKG കുട്ടികളെ വിടുന്നു, അംഗൻവാടിയിൽ വിടുന്നു. അതിനെല്ലാം നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ താല്പര്യമാണ്. അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തും. ഉസ്താദിനെ എഴുതിക്കാൻ കൊണ്ടുവന്ന് എഴുതിപ്പിക്കും. നമുക്ക് അംഗൻവാടി വിടാനാ ഉസ്താദെ നാളെ, LKG വിടാനാ ഉസ്താദെ നാളെ എന്ന് പറയും. മദ്രസയിൽ വിടാനാ ഉസ്താദെ ഇന്നേ വരെ ഒരു തന്നെയും നല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ മദ്രസയിൽ കുട്ടിയെ വിടാനാ ഉസ്താദ് എഴുതിപ്പിച്ചേരാൻ ഇന്നേ വരെ
ഒരാൾ പറയുന്നില്ല, പറഞ്ഞിട്ട് അംഗൻവാടി വിടാനാണ്, LKG വിടാനാണ്. തുടക്കം ബേസിക്ക് നമുക്ക് നഷ്ടപ്പെട്ടോ? പിന്നെ അങ്ങനെ ഇവിടെ കൊണ്ട് നൽകേൽപ്പിക്കുന്നത് അതൊന്നും അങ്ങനെ ഒന്നും കിട്ടുമൊന്നുമില്ല. ഈ LP സിസ്റ്റം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യം തന്നെയാണ്. ഈ വിദ്യാരംഭം എന്ന് പറയുന്ന സാധനം അത് നമ്മളുണ്ടാക്കിയ സിസ്റ്റമാണ്. ഒരു അമ്മടുത്ത് കൊണ്ടുവരുമ്പോൾ അമ്പലത്തിലെ ചെറുക്കലും കുരിശിന്റെ മുന്നിലും പോയി എല്ലാം ഇരിക്കാൻ വേണ്ടി ഇന്ന് അള്ളാഹുവിന്റെ നാമം ചൊല്ലി എഴുതിക്കാൻ വേണ്ടി നമ്മളെ തുറച്ചു കൊടുക്കുന്നതാണ്. ഇല്ല, അങ്ങനെ സിസ്റ്റം ഒന്നും ഇസ്ലാമിൽ കേട്ടോ. ഈ അങ്ങനെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞ് ആളുകളോട് വരെ വേണ്ട. അങ്ങനെ ഇസ്ലാമിൽ അവിടെ നടത്തുന്നത് ഇവിടെ നടത്തുന്നത് ശരീരത്താണ് നമ്മൾ പറയേണ്ട കാര്യമില്ല. ശരീരത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? പിന്നെ ആരെങ്കിലും വന്നു വിഷ്ണു യോഗ്യം തുടങ്ങി വെച്ചാൽ അല്ല പ്രോത്സാഹിപ്പിച്ച് നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അയാളെ കൊണ്ട് എഴുതിപ്പിക്കാൻ ആ നിയമമൊന്നുമില്ല. പിന്നെ നമ്മുടെ കൗമുകൾ അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നു, അത് ചെറുക്കാൻ നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽ ചെറുക്കിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിന്റെ മുകളിൽ കൊണ്ടുവരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ നാമം ചൊല്ലി ഒന്ന് വർത്താൻ തുടങ്ങി വയ്ക്കാം. അത്രയും അതാണ് നമ്മുടെ വിദ്യാരംഭം. അതുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ പ്രഥമമായ വിദ്യ അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് കുട്ടികൾ പഠിക്കേണ്ടത്. ആദ്യം പഠിക്കണം അവിടെയാണ്. അവിടെ മുതൽ അവന്റെ ജീവിതം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ദീന് ശരീഅത്ത് ഇസ്ലാമും എന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഒരു ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ എങ്ങനെ കുറികളമെന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനം പരിശുദ്ധമായ മദ്രസകളാണ്. വേണ്ടവണ്ണം നമുക്ക് അവിടെ വിദ്യ കിട്ടാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അയൽവക്കക്കാർ, ബന്ധുമിത്രാദികൾ, രക്തബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ ഇവരുമായുള്ള സാമൂഹിക ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്തണമെന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ ശരീഅത്തിന്റെ കോളേജായ മദ്രസകളിലാണ്. നമുക്കത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഒരു കുടുംബത്തിൽപ്പെട്ട രക്തബന്ധുക്കൾ തമ്മിൽ കീരിയും പാമ്പും പോലെ പരസ്പരം കണ്ടാൽ കളിപ്പിക്കുകയും പുഞ്ചിരി തൂകാതെയും പരസ്പരം കൊഞ്ഞണം കൊട്ടുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമെന്താ? പേരിൽ മുസ്ലിമുകളാണ്, പക്ഷെ ശരീഅത്തുപരമായി അവർക്കിടയിൽ ദീനി ബോധമില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം. എന്തേ ദീനി ബോധമില്ലാത്തത്? ബാല്യത്തിൽ എന്റെ ഉപ്പയും ഉമ്മയും മദ്രസയുടെ പടിവാതിൽക്കൽ എന്നെ കൊണ്ടെത്തിച്ചിട്ടില്ല. അതാണ് എന്റെ കാരണം, വേറൊന്നുമല്ല. മദ്രസയിൽ വന്ന് ആദ്യം പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധമായ ശരീഅത്ത്. എന്തുകൊണ്ടാണ് ഈ മദ്രസയിൽ ഇൽമ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്? ഇഖാമത്തുദ്ദീൻ, ദീൻ നിലനിർത്താനാണ്. ഇഖാമത്തുദ്ദീൻ, ദീൻ നിലനിർത്താനാണ്. ദീൻ നിലനിർത്തൽ ഓരോ മുസൽമാന്റെയും ആവശ്യമാണ്. ദീനിന് കളങ്കമുണ്ടാകാതിരിക്കൽ, ദീൻ നശിച്ചു പോകാതിരിക്കൽ, ദീനിന് സംരക്ഷണം നൽകൽ, ശരീഅത്തിനെ പരിപൂർണമായി അംഗീകരിക്കൽ, സ്വീകരിക്കൽ ഞാനടങ്ങുന്ന നമ്മളടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അങ്ങനെ ആ ശരീഅത്തിനെ നമ്മൾ പിടിച്ചു നിർത്തണമെങ്കിൽ, ആ ശരീഅത്തിനെ നിലനിർത്തണമെങ്കിൽ, അതിനെ സംരക്ഷിക്കണമെങ്കിൽ ദീനിന്റെ ഇൽമ് ആവശ്യമാണ്. എല്ലാ മേഖലകളിലും ഇൽമിയായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടാക്കിയിരിക്കണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞതാണ്. കേവലം അസ്സലാമു അലൈക്കും ഇത് മാത്രം മുസ്ലിം അറിയാം. അതുകൊണ്ട് ആരെ കണ്ടാലും അത് ആരാ യവന് സലാം ചെയ്യണം, യവന് സലാം ചെയ്യണമെന്നില്ല. ഒരു തൊപ്പി ഉണ്ടായില്ല അസ്സലാമു അലൈക്കും സിക്കാരൻ കട്ടോടത്തിൽ ചായ കുടിക്കാൻ വന്ന അസ്സലാമു അജയനെ പോവാന്നോ? ഞാൻ പോലൂടെ പോലുണ്ട്. അതെ ഞാൻ തോട്ടെ ശൈലിയായിട്ട് ആരെ കണ്ടാലും സലാം പറയാം, അസ്സലാമു അലൈക്കും പറയുന്നത് ഒരു ശൈലിയാണ്, ആചാരം. അല്ല സലാമിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. ഒരു മുസ്ലിമെ കണ്ട സലാം പറയുക. സലാം സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ ഒരു കർമ്മമാണ്. അത് സ്വർഗം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണ്. ആ സലാമിനോട് ചേർത്താനുള്ള അവതാര സ്വർഗത്തിന്റെ പേര് തന്നെ നിശ്ചയിച്ചത് ദാറുസ്സലാം. പരസ്പരം സന്തോഷവും സമാധാനവും സഹിഷ്ണുതയും കാരുണ്യവും സഹാനുഭൂതിയും ഉണ്ടാകുന്നതിന് വേണ്ടി മുസ്ലിം ലോകം കൈമാറേണ്ട മെസ്സേജാണ് സലാം എന്ന് പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അല്ലാഹ്, അത് അല്ലാഹ് പഠിപ്പിച്ച മെസ്സേജാണ്, വേറെ പഠിപ്പിച്ചല്ല, അല്ലാഹ് പഠിപ്പിച്ച മെസ്സേജാണ്. അതിനാണ് സലാം പറയാം എന്ന് പറയുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി സ്സാഅ, ഖിയാമത്തിന്റെ അടയാളമാണ് ലാ യുസല്ലിമു റജുലു ഇല്ലാ ലിമഅരിഫ, പരിചയമുള്ളവരല്ലാതെ ഒരാൾ സലാം പറയൂല. നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട, നമ്മുടെ ഗ്രൂപ്പുകാരൻ, നമ്മുടെ സംഘാടകൻ, നമ്മുടെ സംഘടനയിൽപ്പെട്ടവൻ, അങ്ങനെ ഒരു വ്യക്തിയും തന്റെ വ്യക്തിയെ കണ്ടാലല്ലാതെ കണ്ട് മറ്റൊരു വ്യക്തികൾക്ക് സലാം പറയാത്ത ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ പഞ്ചവിശ്വാസത്തിന്റെ അടയാളമാണ്. അതിന്റെ അർത്ഥം ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഇസ്ലാം പഠിപ്പിച്ചത് ഒരു മുസ്ലിമുകളെ കണ്ട് സലാം പറയണമെന്നാണ്. ഇന്ന് സലാം
പറയിക്കാൻ, എന്നിട്ടേ സലാം പറയുള്ളൂ. അതല്ല ഇസ്ലാം പഠിപ്പിച്ചത്, ശരീഅത്തല്ല പഠിപ്പിച്ചത്. ശരീഅത്തിൽ മുസൽമാനെ കണ്ട സലാം പറയണമെന്നാണ് പഠിപ്പിച്ചത്. ഇവരെ അംഗീകരിക്കുന്നവൻ മുസ്ലിമാണ്. അവനിനി ആദർശ ഏതാണ്ട് അത് അള്ളാഹു അവന് കൈക്കൊള്ളട്ടെ. നീ അഹിലുൽ ഖിബ്ലയാണോ? നീ കിഴക്കോട്ട് നിന്ന് നിസ്കരിക്കാത്തവരല്ലോ. നീ കിഴക്കോട്ട് നിസ്കരിക്കൂലല്ലോ, വടക്കോട്ടും തെക്കോട്ടും നിസ്കരിക്കൂലല്ലോ, പടിഞ്ഞാറോട്ടല്ലേ അഹിലുൽ ഖിബ്ല. നീ മുസ്ലിം അസ്സലാമു അലൈക്കും യാ അല്ലാഹ്. ബാക്കി നിന്റെ ആദർശത്തിൽ അഖീദയിൽ വന്നുപോയ പാകപ്പെടുന്നത് അത് നീയും അള്ളാഹും. എന്റെ കർത്തവ്യം നമുക്ക് നാളെ അതിന്റെ അടുത്തത് അവൻ അഹിലുൽ ഖിബ്ലയാണെന്ന ലഘിന മുസ്ലിമായി കർത്തിന സലാം പറഞ്ഞു. അവന് ഏത് കോലത്തിലാണോ നമുക്കറിയില്ല. വിദേഹത്തുകാരന് സലാം പറയാൻ പാടില്ല. വിദേഹത്തുകാരൻ ഇസ്ലാമിന്റെ ശരീരത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് പുത്തൻ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന വിദേഹത്തുകാരന് സലാം പറയാൻ പാടില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആ വിദേഹത്തുകാരന് സലാം പറയാതിരിക്കൽ കൊണ്ട് അവന്റെ ജീവിതത്തിൽ മാറ്റം വരുമെങ്കിൽ മാത്രമേ സലാം പറയാതിരിക്കാവൂ. മാറ്റമില്ല എങ്കിൽ അവനും സലാം പറയണമെന്നാണ് ഇമാം നബവി റളിയല്ലാഹു പറയുന്നത്. വിദേഹത്തുകാരനെ സലാം പറയാൻ പാടില്ല. എനിക്ക് ആദ്യം സലാം പറയുന്നതിലൂടെ വലിയ വിധത്തിന് മാറണം എന്നൊരു ബോധം ഉണ്ടാകണം. ഇല്ല, പാല് കുഴലി വെച്ച് ഇറങ്ങുന്ന ഒരു മാറ്റമില്ല. ഇനി ഇവ പറഞ്ഞിട്ട് മറ്റേ കാര്യമില്ല. പിന്നെന്ത് ചെയ്യണം? ഒരു ബന്ധം മുറിക്കാതെ കാണണം. അസ്സലാമു അലൈക്കും ആ സലാമിനോട് അമ്മാവനെ മാറ്റിയെടുക്കും. സലാം എന്ന് പറയുന്നത് ഒരു ദുആയ. അതിലൂടെ അമ്മാവനെ മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ശരീരത്തിന്റെ കോളേജുകളിലൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. മദ്രസയിൽ കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും, ഇറങ്ങിപ്പോകുമ്പോൾ അസ്സലാമു അലൈക്കും. എത്ര വലിയ ദുആയ, എത്ര വലിയ പ്രാർത്ഥനയാണ്. ഇഖാമത്തുദ്ദീൻ, ദീൻ നിലനിർത്താൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 1,24,000 പരം അന്ത്യ മുസ്ലിങ്ങളുടെ മേൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒന്നേ ഒന്ന് മാത്രമാണ്. ഇഖാമത്തുദ്ദീൻ അന്നഖീമുദ്ദീന വലാ തതഫറഖു. പരിശുദ്ധമായ ദീനി ശരീഅത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ഭിന്നമായി പോകരുത്. ഖുർആൻ ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ വരെയുള്ള ദീൻ വന്നത് എല്ലാ ദീൻ ഇസ്ലാമിന് ഒറ്റ ദീനേ ഉള്ളൂ. അന്ന് മുതൽ ഒറ്റ ദീനാണ്. അപ്പൊ ക്രിസ്ത്യാനികളെ ജൂതന്മാർ അംഗീകരിച്ചു. അത് അല്ലാഹുവിന്റെ ശരീഅത്തിനെ അംഗീകരിച്ചിരുന്നപ്പോ അവരുടെ പേരറിയായിരുന്നു. അവർ ജൂതന്മാരെ അന്ന് അംഗീകരിച്ചിരുന്നോ? ക്രിസ്ത്യാനികൾ അംഗീകരിച്ചിരുന്നോ? അവരുടെ ശരീരത്തിൽ അല്ലാഹുവിന്റെ ശരീരത്തുമായി മാറ്റം വന്നപ്പോ പഠിച്ചവരെ അവരെ ഒഴിവാക്കി. മനസ്സിലാക്കണം. അതുകൊണ്ട് ജൂതന്മാരെ കണ്ണി കൊണ്ട് നോക്കിയാൽ നമ്മുടെ വികാരം പോലെ, ക്രിസ്ത്യാനികളുടെ പള്ളി നോക്കിയാൽ നമ്മുടെ വികാരം പോലെ. ശരിയല്ലേ? ജൂതന്മാരെ തൊപ്പിയച്ചിറക്കും. എറണാകുളത്ത് നോക്കും, ജൂതന്മാര് തൊപ്പിയച്ചിറക്കും. പള്ളികൾക്ക് കുബ്ബകളുണ്ട്. ആദ്യം ശരീരത്തിൽ അംഗീകരിച്ചവരാണ്. പരിശുദ്ധമായ റബ്ബിനെ, ആ ശരീരത്തിന്റെ നിയമങ്ങളെ, വിധിവിലക്കുകളെ സ്വീകരിക്കാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മതത്തെ നശിപ്പിച്ചു കളഞ്ഞു, തകർത്തിട്ട് പരിശുദ്ധ ഇസ്ലാമിക ശരീരത്തിൽ അംഗീകരിക്കുന്നവരെ മുസ്ലിമായി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു. ഇന്ന ദീന ഇൻദല്ലാഹി അൽ-ഇസ്ലാം. അല്ലാഹുവിന്റെ കൃത്യമായ മതം ഇസ്ലാം. അല്ലാഹുവിന്റെ മതം ഈമാൻ. ജൂതന്മാരുടെ ജൂതനെ നസ്രാനിയെ നിന്റെ കൂട്ടുകാരനാക്കരുത്. അല്ലാഹു പ്രത്യേകമായിട്ട് പറഞ്ഞു. നിങ്ങളെ തകർക്കാൻ അവർ തമ്മിൽ കൂട്ടുകാരാണ്. നിങ്ങൾ അവരോട് കൂടെ നിൽക്കണ്ട. അല്ലാഹു പറഞ്ഞ വാക്കാണ് ഖുർആൻ. ഇന്ന ദീന ഇൻദല്ലാഹി അൽ-ഇസ്ലാം. ഇസ്ലാം അംഗീകരിച്ച മതം അല്ലാഹു അംഗീകരിച്ച മതം ഇസ്ലാം. ومن يبتغي غير الاسلام دينا فلن يقبل منه. ഇസ്ലാം അല്ലാത്ത ഒരു ആദർശത്തെ ആരെങ്കിലും അംഗീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു. അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ഫലൻ യുഖ്ബല മിൻഹു. അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ആഖിറത്തിലെ വണ്ടിയിൽ നഷ്ടമാവുകയാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. ആഖിറത്തിലെ വണ്ടിയിൽ നഷ്ടപ്പെട്ടവനാണ് ഇസ്ലാമില്ലാത്തവൻ, മുസ്ലിമല്ലാത്തവൻ. പോയില്ല, കടന്നില്ല. ഇന്നലെ അലമൽ മുസ്ലിം എല്ലാവരും കൈകെട്ടിട്ട് പറഞ്ഞ മാത്രമല്ല, ഇന്നലെ അലമൽ മുസ്ലിം ഞാൻ മുസ്ലിമാണല്ലോ, ഞാൻ മുസ്ലിമാണല്ലോ, ഞാൻ മുസ്ലിമാണല്ലോ. അതാണ് അതിന്റെ അർത്ഥം. ഇസ്ലാം പരിശുദ്ധമായ ശരീഅത്തിൽ നിന്നാണ് ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പരിശുദ്ധമായ ശരീഅത്ത് എവിടെ നിന്നാണ് പഠിപ്പിക്കുക? മദ്രസകളിൽ നിന്നാണ്. മദ്രസകളിൽ പോയെങ്കിൽ മാത്രമേ എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇസ്ലാമിന്റെ ഖാഇദകളാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. അതിനാണ് അൽഖ്വയ്ദ എന്ന് പറയുന്നത്. ആ സാധനത്തിന്റെ പേരാണ് ഖാഇദ. ഖാഇദ എന്ന് പറഞ്ഞാൽ എന്തിന്റെ അർത്ഥം? ഖാഇദ എടുത്തോളാം. എന്തോ ഖാഇദ എടുത്തോളാം. നമ്മൾ കുറെ വാക്കുണ്ട്. ത്രാവിയ നിസ്കരിച്ചോളാം. ത്രാവിയ നിസ്കരിക്കാൻ പോയോ? ഏശ കഴിഞ്ഞ് കോംപ്ലക്സിൽ കാണാം കേട്ടോ. ഏശ കഴിഞ്ഞാൽ നമ്മൾ വരും.
ശാശ എന്ന് പറയാനാണ് അതുപോലെ ശാശ. ഇതേത് വാക്കുകളെ ഇതൊക്കെ? യേശ, ത്രാവിയ, മയ്യം. മയ്യം എടുത്തോ, അവന്റെ മയ്യം എടുത്തോ. ആരെ പറയുന്നവന്റെ മയ്യം ആദ്യം. മയ്യം 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 തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ മയ്യം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മന്ദിക്ക എന്ന് പറയുന്നൊരു പേരാണ്. നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ നമ്മുടെ നാടൻ ഭാഷകളാണ്. ഇതിന് ഇസ്ലാമിൽ ഇതിനോട് യാതൊരു ബന്ധവുമില്ല. ത്രാവ്യമല്ല തറാവിയഹ്, അതാണ് അതിന്റെ അർത്ഥം. അത് ത്രാവ്യം താഴാക്കിയത്. ത്രാവ്യത്തിന്റെ അർത്ഥം എന്താ? തറാവിയഹ തന്നെയാണ്. അതാണ് മനസ്സിലാക്കാത്തത്. യേശന്റെ അത് രാത്രി നിസ്കാരത്തിന് പറയുന്ന പേരാണ്. ആഴ്ച രാത്രി ഭക്ഷണത്തിന് പറയുന്ന പേരാണ്. ഒരൊറ്റ ചിത്രം ബന്ധമായി പോയാൽ കാപ്പാടെന്നായിപ്പോവും. ഇഷാന്നുള്ളത് ആഴ്ച എന്നായിപ്പോവും. മനസ്സിലായില്ലേ? അത് ഇഷ എന്ന് തന്നെ പറഞ്ഞു പഠിക്കണം. ഇഷ എന്ന് തന്നെ പറഞ്ഞു പഠിക്കണം. അത് ഏഷ എന്ന് പറഞ്ഞു പഠിക്കരുത്. അങ്ങനെ നിയമമില്ല. വലിയ വൃത്തികേട്, നാണക്കേട്. ഇസ്ലാമിനാണ് നമ്മൾ കേസ് തന്നെ എന്തോ പോലെ ഒരു ആലോചന തോന്നുന്നു. മനസ്സിലാക്കണം. ഇതുപോലുള്ള ഭാഷകൾ നമ്മൾ ഒഴിവാക്കണം, മനസ്സിലാക്കണം, പഠിപ്പിക്കണം. ഇതൊക്കെ പഠിക്കുന്നവരെയാണ് മനുഷ്യരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മദ്രസകളിൽ തന്നെ പഠിപ്പിക്കേണ്ടത്. മദ്രസകളിൽ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാമെന്നുള്ളവര് ഈ തെറ്റും മുലമ്പിക്കൊണ്ടല്ലേ നടക്കണം. ഈ തെറ്റുകൾ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ നടക്കണം. അതുകൊണ്ട് ഇഖാമത്തുദ്ദീൻ, ദീൻ നിലനിൽക്കാൻ, ശരിയായിട്ട് നിലനിൽക്കാൻ ശരീഅത്തിന്റെ കോളേജുകളായ മദ്രസകളിൽ നമ്മുടെ കുട്ടികളെ വിട്ട് മദ്രസ പ്രാഥമികമായ ബേസിക് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പരിശുദ്ധമായ ദീൻ എന്ത് എന്ന് ഈ ഉമ്മത്തിന് മനസ്സിലാവുള്ളൂ. അതല്ലാത്തടത്തോളം കാലം ഈ ദീൻ എന്ത് എന്നും ഉമ്മത്തിന് മനസ്സിലാവില്ല. ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെയാണ് യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അർഹമു ബി ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉലമാ മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം. ഓരോ കുട്ടികളുടെ മാതാപിതാക്കളെക്കാൾ ഈ മുഹമ്മദിന്റെ ഉമ്മത്തുകളിൽ ശ്രേഷ്ഠരായവർ ആ കുട്ടികളുടെ മാതാപിതാക്കളെക്കാൾ ഉലമാക്കളാണ്, ഉസ്താദന്മാരാണ്. പാപ്പായ ഉമ്മാനേക്കാൾ തന്റെ മക്കൾ കുട്ടികൾക്ക് ശ്രേഷ്ഠർ ആരാണ്? ഉസ്താദന്മാരാണ്. കാലു സഹാബത്ത് ചോദിച്ചു, അതെന്തല്ല അങ്ങനെ പറഞ്ഞത്? അതെങ്ങനെ മാതാപിതാക്കളെക്കാൾ ഉസ്താദന്മാർ അങ്ങനെ വരാവുന്നത്? يحفظون من نار الدنيا وهم يحفظون من نار الآخرة. ബഹുമാനപ്പെട്ട യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മാതാപിതാക്കൾ തന്റെ മക്കളെ ദുനിയാവിലെ തീയിൽ നിന്നും തടയുന്നു. ഉസ്താദുമാർ, പണ്ഡിതന്മാർ തന്റെ മക്കളെ ആഖിറത്തിന്റെ തീയിൽ നിന്നും തടയുന്നു. ഇതാണ് വ്യത്യാസം. അടുപ്പിന്റെ അരികിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഉമ്മ തടയും. നാളെ ഈ കുട്ടി പിഴച്ചുപോയി നരകത്തിൽ കിടക്കുമ്പോ ഈ ഉമ്മയോ ബാപ്പയോ തടയാറുണ്ടോ? തടയുന്നുണ്ടോ? ഈ കുട്ടികൾ പിഴച്ചുപോയി നാളെ നരകത്തിൽ പോകാതിരിക്കാൻ ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നു, ഈ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണേ. മാതാപിതാക്കൾ ദുനിയാവിലെ തീയിൽ നിന്ന് തടയാനേ ഈ മക്കളൊക്കെ രക്ഷപ്പെട്ടുള്ള മറ്റേ ആഖിറത്തിലെ തീയിൽ നിന്ന് തടയാൻ ഈ മാതാപിതാക്കൾ നിങ്ങൾക്കൊന്നും ചെയ്യുകയില്ല. അത് ഉലമാക്കളാണ് പഠിപ്പിച്ചിരുന്നത്, അത് പണ്ഡിതന്മാരാണ് പഠിപ്പിച്ചിരുന്നത്, അത് ഉസ്താദുമാരാണ് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠത ഉസ്താദുമാർക്കാണ്, പണ്ഡിതന്മാർക്കാണ്. യാതൊരു സംശയമില്ല. ബേസിക് എവിടെ വെച്ചാ? ഉലമാക്കളിൽ നിന്ന് കിട്ടാ, മാതാപിതാക്കളിൽ നിന്ന് കിട്ടാ. മാതാപിതാക്കൾ നമുക്ക് എന്താ കിട്ടുക? ആലിമ്യങ്ങളിൽ നിന്ന് കിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഇസ്കന്ദർ മഖ്ദൂമി റഹ്മത്തുള്ളാഹി അലൈഹി വലിയൊരു രാജാവാൻ. ആലിമ്യങ്ങളോട് വലിയ മഹബത്ത് വയ്ക്കുന്ന രാജാവാൻ. ആലിമ്യങ്ങളോട് മഹത്വങ്ങളോട് വലിയ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കിയ രാജാക്കന്മാർ ആ ഉലമാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. അദ്ദേഹത്തോട് ചോദിച്ചു, അതിനപ്പ നിങ്ങളുടെ ഉസ്താദുമാരെ ഇത്ര ബഹുമാനിക്കുന്നത്? നിങ്ങളുടെ ഉമ്മ ബാപ്പയേക്കാൾ നിങ്ങളുടെ ഉസ്താദുമാരോട് ആലിമികളോട് നിങ്ങൾക്ക് തോന്നിയ മഹത്വം എന്താ, ബഹുമാനം എന്താ? ബഹുമാനപ്പെട്ട ഇസ്കന്ദർ മഖ്ദൂമി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയാണ്, ഇന്ന അബീ ഹസ്സനി മിന സമാഇല്ലല്ലാഹു വമുഅല്ലിമി റഫഅനി മിനൽ അർളി ഇല സമാ. എന്റെ വാപ്പയും ഉമ്മയും ആകാശത്തു നിന്ന് ഈ ഭൂലോകത്തേക്ക് എന്നെ കൊണ്ടുവന്നു. പക്ഷെ ഈ ഭൂലോകത്ത് നിന്ന് ഈ ജന്ന സ്വർഗത്തിലേക്ക് എന്നെ നയിച്ചത് എന്റെ ഉസ്താദന്മാരാണ്, പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്. ഈ മിമ്പർ മെഹ്റാബ് വിളമ്പുന്നത് ദുനിയാവിൽ കച്ചവടം ചെയ്യുന്ന കാര്യത്തെ കുറിച്ചല്ല.
ദുനിയാവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളെ കുറിച്ചല്ല, ദുനിയാവിൽ എങ്ങനെ സമ്പാദിക്കണം, ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചല്ല, ആഖിറത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ്, അതിനുള്ള വഴികളാണ് നിങ്ങൾ മെഹറാബുകളെന്നത് ഉലമാക്കൾ. അതുകൊണ്ടാണ് ഞാൻ ഉലമാക്കളെ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്. എന്റെ മാതാപിതാക്കളെക്കാൾ അവർ എനിക്ക് വഴി കാണിച്ചു തരുന്നു. എന്റെ മാതാപിതാക്കൾ എന്റെ മാതാപിതാക്കൾ നിങ്ങൾ വിട്ടുപോകുന്ന ദുനിയാവിന്റെ കാരണക്കാരാണ്. പക്ഷെ എന്റെ ഉസ്താദുമാർ ഉലമാക്കൾ ഒരിക്കലും നശിക്കാത്ത ലോകത്തിന്റെ കാരണക്കാരാണ്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളെക്കാൾ എന്റെ പണ്ഡിതന്മാരെ ഞാൻ ബഹുമാനിക്കുന്നു. നമുക്ക് മുസ്ലിമാർക്കാണ് പുച്ഛം, നമുക്ക് ആചാര്യമാർക്കാണ് പുച്ഛം. അതാണ് നമ്മുടെ സ്വഭാവം. ബഹുമാനമില്ല, ആദരവില്ല. ബഹുമാനം ആദരവ് അവരോടില്ല, കാണിക്കാറില്ല. ഉസ്താദെ കാണുന്ന കാര്യം എന്നിട്ട് മുണ്ടൊക്കെ ഇഷ്ടമെന്നല്ല അതിന്റെ അർത്ഥം. അതിനുള്ള എന്റെ അർത്ഥം എഴുന്നേക്കണം നിർബന്ധമൊന്നുമില്ല. അത് പോട്ടെ, അതല്ലാതെ ബഹുമാനിക്കാനുള്ള ഉസ്താദന്മാർ ആചാര്യങ്ങളാണ്. എന്തിന്റെ പേരിലാണ്? ഒരു വ്യക്തിയുടെ പേരിലല്ല. അദ്ദേഹം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളാണ്. നമ്മുടെ കുട്ടികളെ പിഴച്ചു പോകാതിരിക്കാൻ നന്മയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ഉസ്താദാണ്, പണ്ഡിതനാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കുന്നു. അത് മതി. അതാ വേണ്ടത്. അതാണ് ആചാര്യങ്ങൾ സ്വീകരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. അല്ല മറ്റൊന്നല്ല. ചാളും കൊപ്പിച്ച് പായും ദാടി കണ്ടിട്ടല്ല. അത് മനസ്സിലാക്കണം. താഴെ കൊപ്പിച്ച് പായും താളം കണ്ട ആളുകൾ ആരെങ്കിലും സ്നേഹിക്കാതിരിക്കണ്ട, ഒരിക്കലും വേണ്ട. എന്തിന്റെ പേരിലാണ്? നമ്മളെ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഈ പണ്ഡിതന്റെ നാളുകളുടെ അല്ലാഹുവിന്റെ വിഭവത്തിന്റെ കഴിവുകൾ കിട്ടിയപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് നേർവഴിയെ സ്ഥാപിക്കാൻ, നേർവഴിയിലേക്ക് സഞ്ചരിക്കാൻ ഒരു ഘടകം, ഒരു വഴി, ഒരു സബബ്, ഒരു വാദി ഈ പണ്ഡിതനാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ ആ പണ്ഡിതനെ ഞാൻ ബഹുമാനിക്കുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകനെ പള്ളിയിൽ ഓതാൻ വിട്ടു. അദ്ദേഹം മകനെ കാണാൻ വന്നു. മകനെ കാണാൻ വരുമ്പോ ഉസ്താദിന്റെ കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഉസ്താദ് ഒന്നു കൊടുക്കുന്നു, കാല് കഴിവുന്നു. വിളിച്ചു ഉസ്താദെ, ഇതിനല്ല നിങ്ങളുടെ മകനെ, എന്റെ മകനെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞയച്ചത്. പേടിച്ചു പോയി. രാജാവല്ലേ, അല്ലാഹു എനിക്ക് വെള്ളം ഒഴിച്ചിടങ്ങായി പോയ ഒറ്റ തല പോകുമോ? ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹു ഉസ്താദിനോട് പറഞ്ഞു, എന്റെ മകനെ ഇൽമും അദബിനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അയച്ചത്. ഇൽമ് മാത്രമല്ല, ഇൽമ്, അദബ്, മര്യാദ. അതിന് ഒരു കൈ കൊണ്ട്, എന്റെ മകന്റെ ഒരു കൈ കൊണ്ട് വെള്ളം അവൻ ഒഴിച്ച് മറ്റേ കൈ കൊണ്ട് നിങ്ങളുടെ കാല് കഴുകി തളർത്താനാണ്. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ ഒരു പണി അവനെ കൊണ്ട് ചെയ്യിക്കുന്നുള്ളൂ, അതെനിക്ക് ഇഷ്ടമില്ല. ഉസ്താദിന്റെ ചെരുപ്പ് ആരെങ്കിലും എടുത്തു വന്നാൽ ഉടനെ ചർച്ചയായി. അയാളെ ചെരുപ്പെടുക്കാൻ ആള്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പോലും പറഞ്ഞു, തഅല്ലമൂ അൽ-ഇൽമ വതഅല്ലമൂ ലിൽ-ഇൽമി വഖാറതൻ വവഖാറതൻ വസകീനതൻ. ഇൽമ ബഹുമാനത്തോടെ, ആദരവോടെ നിങ്ങൾ പഠിക്കണം. ഇൽമിന്റെ അഹ്ലുകാരെ ആദരവോടുകൂടി നിങ്ങൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. വതവാളുഉൻ ലിതാലിബിൽ ഇൽമി ലിശൈഖിഹി റില്ലത്തുൻ വരിഫഅത്തുൻ ലഹു. ഒരു ആലിമിന്റെ മുന്നിൽ, ഒരു ശൈഖിന്റെ മുന്നിൽ ഒരു വിദ്യാർത്ഥി കാണിക്കുന്ന വിനയം, താഴ്മ, അത് അവന്റെ ഉയർച്ചയ്ക്ക് കാരണമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല. അതിനാണ് ഉസ്താദന്മാരെ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഈ പോലെ കണ്ടിട്ടല്ല ബഹുമാനിക്കുന്നത്. ഉസ്താദന്മാരെ കണ്ട ബഹുമാനിക്കുന്ന കാരണം എന്താ? ഈ ഇൽമിനോടുള്ള മഹത്വമാണ്. ആ എഴുതി ഉസ്താദിനോടല്ല, അള്ളാന്റെ എഴുതിനോടുള്ള മഹത്വം കൊണ്ടാണ് ബഹുമാനിക്കുന്നത്. അല്ല ഈ മുഴുവൻ കണ്ടിട്ടുമല്ല. അതാണ് മനസ്സിലാക്കണം. ഉസ്താദ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് എഴുതിന് കുറവ് വരുന്നില്ല. എഴുതി അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. അത് നുബുവത്തിന്റെ എഴുമാണ്. ആ എഴുതിനെ നമ്മൾ ബഹുമാനിക്കണം, എഴുതിനെ നമ്മൾ ആദരിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട മഹാന്മാരും പണ്ഡിതന്മാരും സഹാബാക്കളും എല്ലാം കാരണം എന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് പഠിപ്പിക്കുന്നത് ഉലമാക്കളാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഖാലു ലൗ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിൽ സഈർ. നാളെ നരകത്തിന്റെ വഴിയിലേക്ക് ജനങ്ങളെ വലിച്ചെടുത്ത് കൊണ്ടുവന്ന് നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി ഒരുങ്ങുമ്പോ അവരോട് ചോദിക്കും, അല്ല ആരെ നിങ്ങൾക്ക് പറഞ്ഞതല്ലേ? പറഞ്ഞു. അപ്പോൾ എന്താ ഞങ്ങൾ മനസ്സിലാക്കാനത്? അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഗതികൾ ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിയത്, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല വ്യാഖ്യാനം നൽകിയത്, ഞങ്ങൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഇൽമിയായ ബോധം, ആത്മീയമായ വിജ്ഞാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ
നരകത്തിലേക്ക് വീണ്ടും ബഹുമാനിക്കുന്നില്ല. ഞങ്ങൾ ഇന്ന് നരകത്തിൽ കിടക്കാൻ കാരണം എഴുതില്ലാത്തതിന്റെ പേരിലാണ്, മദർസയിൽ പോകാത്തതിന്റെ പേരിലാണ്. മഹാനായ മദ്രസയിൽ പോകാത്തതാണ് നരകത്തിൽ പോയത്. കാരണം എന്താ? മദ്രസയിൽ പോയിരുന്നെങ്കിൽ നരകത്തിൽ പോകാതിരിക്കാനുള്ള വഴികളെ കുറിച്ച് പഠിപ്പിച്ചിരുമായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ആ കാരണത്താലാണ് ഞങ്ങളിപ്പോൾ നരകത്തിൽ വീഴാനുള്ള കാരണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅലീം, പഠിപ്പിക്കൽ കൊണ്ട് മാത്രമേ ഇൽമു വളരുകയുള്ളൂ. പഠിപ്പിക്കണം, ഒരാൾ മറ്റാളെ പഠിപ്പിച്ചെടുക്കണം. അതിനാണ് മദ്രസകൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയിൽ നിന്ന് ഇൽമു പഠിക്കുമായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു ഒരു 12 വയസ്സുകാരൻ 15 വയസ്സുകാരൻ അവന്റെ ഇൽമു നമ്മുടെ മുന്നിൽ എന്ന് പറയുന്നു. അബൂബക്കർ മുസ്ലിയാരെടുത്ത് ഇപ്പൊ എന്റെ അത്തായി പറഞ്ഞു, നിനക്കെന്താ ഇൽമു എന്റെ ഇൽമു എഴുതണം. ഇന്നത്തെ പഠനമില്ല, ഇന്നത്തെ ബുദ്ധിയുള്ള കുട്ടികളെ മുന്നിൽ നമുക്ക് വയ്ക്കാൻ പറ്റുമോ? 8ാം ക്ലാസ് 10ാം ക്ലാസ് ഭയങ്കര വിളഞ്ഞ ബുദ്ധികളാ. നമുക്കവരെ മുന്നിൽ വയ്ക്കാൻ പറ്റുമോ? പല പല ചോദ്യങ്ങളെ ചോദിക്കാം, നമ്മൾ കുടുങ്ങിപ്പോവും. സാറന്മാർ പോലെ സ്കൂളിൽ പേടിക്കാൻ പോവാ, ഇനി എന്തൊക്കെയാ ചോദിക്കാൻ പോകുന്ന മറ്റുള്ള നാട്ടുകാരുടെ മുന്നിൽ, ആൾക്കാരുടെ മുന്നിൽ, കുട്ടികളുടെ മുന്നിൽ തന്നെ ഒഴിയത്താക്കുള്ള വല്ലാതെ പേടിയില്ല സാറന്മാരെ ക്ലാസ്സിൽ. കാരണം ഇതിന് ടി വി മറ്റ് മാധ്യമങ്ങളിലൂടെ ഇല്ലാത്തത് മുഴുവൻ എല്ലാം കണ്ടുപിടിച്ച് ശേഖരിച്ച് വെച്ചിട്ട് വരും സാറിനെ വന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുട്ടികളാ, അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ കൊച്ചു കുട്ടികളിൽ നിന്ന് നമുക്ക് എഴുതി പഠിക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു തആല കുട്ടിയിൽ നിന്ന് എഴുതി പഠിച്ചു. എന്ത്? മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യനെ ദൂരത്തേക്ക് അയച്ചു. ആ നാട്ടിൽ കിട്ടുന്ന എഴുതി നീ പോയി പഠിച്ചു കൊണ്ടുപോകും, എന്റെ മുന്നിൽ വിളമ്പിക്ക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ദർസിൽ ഇരുന്നു കൊണ്ട് ആ കുട്ടി പഠിച്ച എഴുതി മഹാനവർക്ക് വിളമ്പിക്കൊടുക്കും. മഹാനവർക്ക് അത് പരിപൂർണമായി സ്വീകരിക്കും. അതാണ് വിനയം. നമ്മുടെ പള്ളിയിലെ കുറുപ്പള്ളി ഇമാം ഇവിടുത്തെ 5ാം ക്ലാസ്സുകാരെ ചെറുക്കം വന്നിട്ട് ഉസ്താദ് നിങ്ങൾ ഓദ്യം തെറ്റാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല, അവിടെ ആ മക്കളെ ഒന്ന് നോക്കട്ടെ അന്വേഷിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോരാ, നീ 1ാം ക്ലാസ് പഠിച്ച് എന്റെ അടുത്ത് 10 വർഷം പഠിച്ച് എന്നോട് കളിക്കണം, പോരാ. അതല്ല ചെയ്യേണ്ടത്. അദ്ദേഹം ആ കുട്ടി പറഞ്ഞതിനെ മനസ്സിലാക്കണം. അങ്ങനെയാണോ പോലെ ആണ് വന്ന് സംഭവിച്ചോ? ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് പരിശോധിക്കണം, ചിലപ്പോൾ പക്ഷേ തെറ്റ് വന്നേക്കാം. നമ്മുടെ ആ കുട്ടിയെ നിരാശപ്പെടുത്തി വിടരുത്. അവരിൽ ധാരാളം എൽമുകൾ കാണും. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാനെല്ലാം തികഞ്ഞവരെന്ന ഭാവമല്ല. ആരെങ്കിലും ഒരു മക്കളെ വെച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ എൽമുള്ളവനാണെന്നാണ് എന്റെ അർത്ഥം. അല്ലെങ്കിൽ എൽമിന്റെ പകുതി ഭാഗികമായി അവൻ പണ്ഡിതനാണ്. അതുകൊണ്ടാണ് അവൻ ആ വിഷയത്തിൽ അവൻ അറിവില്ല എന്ന് പറഞ്ഞത്. അറിവില്ലാത്തത് കൊണ്ടല്ല. ഒരു പക്ഷേ ഞാൻ പറഞ്ഞു പോകുന്നത് അബദ്ധമായി പോയാൽ നാളെ ആഖിറത്തിൽ അതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ? അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ നാളെ പറയാം, പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പറയാം. 1 മണിക്കൂർ 1 ദിവസം എന്ന് വെച്ച് എന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ പദവിയൊന്നും കുറഞ്ഞു പോകില്ല. അതിൽ മക്കളുടെ മൊത്തം പറഞ്ഞത് يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. അല്ലാഹു പറയുന്ന ഖുർആൻ, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണമേ. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് അറിയിച്ചു വരുമ്പോൾ ബഹുമാനപ്പെട്ട സഹാബാക്കൾ ഇതിന് വിവരണം തരുന്നതെന്താ? നമ്മുടെ കുടുംബത്തിലെ മക്കളെയും നമ്മുടെ കുടുംബത്തിലെ സഹധർമ്മിണികളെയും നമ്മുടെ കുടുംബിനികളെയും നമ്മുടെ മാതാപിതാക്കളെയും എഴുമില്ലാത്തതിന്റെ പേരിൽ, വിവരമില്ലാത്തതിന്റെ പേരിൽ നരകത്തിന്റെ തീയിലേക്ക് പോകാതെ അവരെ നിങ്ങൾ തടുത്തു നിർത്തണം എന്നാണ് അതിന്റെ അർത്ഥം. يعرف لهم الزنا والربا وشرب الخمر واللواطة والكذب والغيبة. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുകയാണ്, يجب آباءهم وأمهاتهم أن يعرفهم الأولاد الصغار الصلاة والزكاة والصيام وغير ذلك، ويعرف تحريم الزنا واللواط وتحريم شرب الخمر والربا والكذب والغيبة. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഇതിന്റെ തഫ്സീർ പറയാൻ, വാപ്പാന്റെ ഉമ്മാന്റെ കടമയാണ് മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം, ഇതിന്റെ വ്യാഖ്യാനം, ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം, മോനെ വ്യഭിചരിക്കൽ ഹറാമാണ്, തൊടോടി പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ നടത്തൽ ഹറാമാണ്, നിഷിദ്ധമാണ്, കല്ലുകുടിക്കൽ, കഞ്ചാവ് കഴിക്കൽ,
കഞ്ചാവിന്റെ ഉപയോഗം അത് നിഷിദ്ധമാണ്, നരകത്തിൽ കൊണ്ടെത്തിക്കും. അതേപോലെ മദ്യപിക്കൽ അത് നിഷിദ്ധമാണ്, കളവ് പറയൽ അത് നിഷിദ്ധമാണ്, റീബത്ത് പറയൽ നിഷിദ്ധമാണ്. ഇതെല്ലാം നരകത്തിൽ കൊണ്ടെത്തിക്കും. അതാണ് അല്ലാഹു പറഞ്ഞത്, ഏ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നരകത്തിൽ രക്ഷപ്പെടുത്തിക്കോളെന്ന് ഈ ആയത്തിൽ പറയാനുള്ള അർത്ഥം. നമ്മുടെ പുസ്തകം വായിക്കുന്ന ആളാണ്, എപ്പോഴും കേൾക്കും ആയത്ത് പോലും പുസ്തകം വായിക്കുന്ന ആളാണ്. എന്തിനാവുക വൈകിക്കും എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തന്റെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കണ്ണുപിടിക്കല്ലേ മോനെ, വ്യഭിചരിക്കല്ലേ മോനെ, പെണ്ണുപിടിക്കാൻ പോലെ മോനെ, ലഹരിക്കാൻ പോലെ മോനെ, സിനിമാണാൻ പോലെ മോനെ, ദൈവത്ത് പറയല്ലേ മോനെ, ജമീമത്ത് പറയല്ലേ മോനെ, ഏറ്റവും ദുഷ്ടത്തിൽ കൂട്ടു നിൽക്കല്ലേ മോനെ, കളവ് പറയല്ലേ മോനെ. വാപ്പ ഉമ്മ മക്കളോട് ഉപദേശിക്കണം. അതിനാണ് ഈ ആയം. വാപ്പ ഉമ്മ മക്കളോട് എല്ലാ ഉസ്താദിന്റെ തലയോട് വെച്ചിരിക്കരുത്, എല്ലാ ഉസ്താദിന്റെ തലയോട് വെച്ചിട്ട് ഉസ്താദിന്റെ ഉത്തരവാദിത്തം പറഞ്ഞതല്ല, ഉസ്താദ് പറഞ്ഞത് എങ്ങനെ പറയണമെന്നുള്ളത്. അത് മാതാപിതാക്കളെ പറഞ്ഞെടുക്കുന്ന ഖുർആന്റെ ആശയം വഹിയിട്ടുണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഹറാമാണ്, അതുകൊണ്ട് ഇതിലൊന്നും നിങ്ങൾ ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറയൽ മാതാപിതാക്കളുടെ നിർബന്ധമാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീർ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്. അത് കടമയാണ്. നമ്മളങ്ങനെ ഉപദേശിക്കാറില്ല. മാതാപിതാക്കളെ പിഴച്ചു പോകുന്നു, അവനെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നാണ് നമ്മൾ പറയുന്ന അവസാനത്തെ വാക്ക്. ഇനി അവൻ നന്നാവാനൊന്നും പോകുന്നില്ല, നീ എത്ര പറഞ്ഞിട്ട് കേൾക്കൂല, ഇനിയിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ നമുക്കാതെ എന്നെ കൊണ്ട് മറ്റുള്ള പണി മുഴുവനും ഞാൻ തൂക്കിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ, വിഷമെടുത്ത് കൊല്ലാൻ പറ്റില്ലല്ലോ, മോനായി പോയില്ലേ. തുടക്കം നഷ്ടപ്പെട്ടു പോയി പാപ്പ. തുടക്കം എന്തുകൊണ്ടാണ് മദ്രസയിൽ വിട്ടില്ല, വഴി പഠിപ്പിക്ക്. അപ്പൊ നിങ്ങൾ ഇതിനെ പറ്റി മദ്രസയിൽ വേണ്ട വിദ്യാഭ്യാസം, മദ്രസയിൽ വേണ്ട അതിന് ഉത്തരവാദിത്വം നമ്മുടെ ജമാഅത്ത് ഭാരവാഹികൾ കമ്മിറ്റിക്കാരുമാണ്. മദ്രസയിൽ വേണ്ട ആര്യങ്ങളെ നിയോഗിക്കൽ, മദ്രസയെ വിപുലമാക്കൽ, മദ്രസയിൽ വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കൽ, മദ്രസയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കൽ, അത് നമ്മുടെ ജമാഅത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ ജമാഅത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യണം. മദ്രസയെ വളരെ നിസ്സാരമായിട്ട് സാധാരണമായി കമ്മിറ്റിയിലും ജമാഅത്തുള്ളവർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഉസ്താദന്മാരും ഒരായമാരും അവർക്കില്ലാതെ നമുക്കെന്ത് എന്തോന്നു അവരൊരു സ്ട്രിക്റ്റ് കാണിക്കുകയും ഒരു താല്പര്യം കാണിക്കുകയും നമുക്ക് വളരെ വലിയ മദ്രസയാക്കി എടുക്കണം, അൽഹംദുലില്ലാഹ് ഹൈടെക് മദ്രസയാക്കണം, ഹയർ സെക്കൻഡറി മദ്രസയാക്കണം, നമ്മുടെ കുട്ടികൾക്ക് നല്ല ബേസിക് ഉണ്ടാകണം. ഇവിടുത്തെ +2 പെണ്ണുങ്ങൾ പഠിക്കാൻ പോകുന്ന പോലെ +2 ഇവിടുത്തെ പെൺകുട്ടികൾ പഠിക്കാൻ വരണം. അങ്ങനെ ഒരു ഹൈ ലെവലിൽ നമ്മുടെ മദ്രസ കൊണ്ടെത്തിക്കണം എന്നൊരു തീരുമാനം ജമാഅത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഉസ്താദന്മാർ ഒന്നിച്ചു വരാമോ. അവരുടെ താല്പര്യം ഇല്ലെങ്കിൽ എന്താ, നാടോടുന്നു നന്ദിയോടുന്നു. 8 മണിക്ക് മദ്രസ തുടങ്ങുമ്പോൾ 8 കാലം ഉസ്താദും 8:45 മദ്രസയും വിടും. 8:40 ആകുമ്പോഴത്തേക്ക് സലാത്ത് തുടങ്ങും. 5 മിനിറ്റ് സലാത്ത് 20 മിനിറ്റ് എന്താ പഠിപ്പിക്കാൻ, 25 മിനിറ്റ് എന്താ പഠിപ്പിക്കാൻ. ഇൽമ് ഖിയാമത്ത് നാൾ വരെ പഠിക്കാൻ തീരാത്ത കാലമാണ് ഈ ഇൽമ്. ഖിയാമത്ത് നാൾ വരെ പഠിക്കാൻ തീരാത്ത കാലമാണ് ഇത്. രാവിലെ ഒരു 25 മിനിറ്റ് മദ്രസയിൽ പോയത് എന്ത് പഠിക്കാൻ. അല്ല, അതിനൊരു താല്പര്യം നാട്ടുകാരും ജമാഅത്തുകാരും ഉണ്ടാക്കി താല്പര്യം ഉസ്താദന്മാരെ അറിയിച്ചെങ്കിൽ മാത്രമേ ഉസ്താദന്മാർക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അതിന് യോഗ്യത ഉസ്താദന്മാരെ കണ്ടെത്തി മദ്രസകളെ വിപുലമാക്കിയെടുക്കണം. അത് നമ്മൾ അതിനൊരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഉദാസീനമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. അതിലൂടെ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും കൊടുക്കാൻ കഴിയുള്ളൂ. മദ്രസകളിലൂടെ മാത്രമേ പറ്റുള്ളൂ. അനിശ്ചാത ഒരു തയ്യാറ് പടത്തണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു തീരുമാനമെടുത്ത്, ജമാഅത്ത് ഒരു തീരുമാനമെടുത്ത് അൽഹംദുലില്ലാഹ് മദ്രസകളുടെ ന്യൂനതകൾ, ശോച്യാവസ്ഥകളെല്ലാം പരിഹരിച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് വലിയ 2-3 നില കെട്ടിടങ്ങളൊക്കെ കെട്ടി നമ്മുടെ മദ്രസകളിൽ നല്ല സജീവമാക്കണം. കുട്ടികളൊക്കെ ചെറുക്കണം. അതിനൊക്കെ പ്രോത്സാഹനം തരാനല്ലേ നമുക്ക് പറ്റുള്ള പ്രചോദനം. ഇതൊന്ന് ചെയ്യിപ്പിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യിപ്പിച്ച് നല്ല ഉസ്താദന്മാരെ കുറിച്ച് നമ്മുടെ കുട്ടികളൊക്കെ എളിമയായിട്ട് അൽഹംദുലില്ലാഹ് മുന്നേറിയാൽ ഭാവി തലമുറ ഇൻഷാ അല്ലാഹ് യഥാർത്ഥ ശരീഅത്തിനെ കാത്തു സൂക്ഷിക്കുന്ന മക്കളായി മാറുന്നു. അതിന് വേണമെങ്കിൽ പരിശ്രമിക്കാം. ഉപദേശം മാത്രമാണ്. നീ ഉപദേശിക്കുക, മുഅ്മിനീങ്ങളാണെങ്കിൽ ഉപദേശം സ്വീകരിക്കും. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം മദ്രസ തുറക്കും. ഇവിടുത്തെ മദ്രസ കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്ത് പുതിയ കുട്ടികളൊക്കെ അഡ്മിഷനൊക്കെ വാങ്ങി കുട്ടികളൊക്കെ മുടങ്ങാതെ രാവിലെയും വൈകിട്ടുമുള്ള മദ്രസകളിൽ നിർബന്ധമായിട്ട് കുട്ടികളെയൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ അവരെ പ്രവർത്തിക്കുന്നത്